നമസ്കാരം. റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ. ഓണാവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ ഇന്ന് തുറക്കും. മാനിപുരത്ത് ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ വലിയ പറമ്പിൽ വാഹനാപകടം. കൊടുവള്ളിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി പിന്നോട്ട് നീങ്ങി 3 കാറുകൾ ഇടിച്ച് അപകടം. വാർത്തകൾ വിശദമായി. ഓണാവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ ഇന്ന് തുറക്കും. ഓണവും നബിദിനവും ഒന്നിച്ചാഘോഷിച്ച ശേഷം വീണ്ടും ഒരു പഠനകാലത്തിലേക്ക്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇനി പഠനച്ചൂട്. ഓണപരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കിട്ടിത്തുടങ്ങുന്നതോടെ പഠന നിലവാരം അളക്കാനുള്ള ആദ്യ പടി തെളിയും. കാര്യക്ഷമമായ പ്രവൃത്തി ദിനങ്ങൾക്കൊപ്പം വിവിധ ശാസ്ത്രകലാമേളകളും കായിക മത്സരങ്ങളും ക്ലബ്ബുകളുടെ പരിപാടികളെല്ലാം നടക്കുന്ന സമയങ്ങളിലേക്ക് കൂടിയാണ് ഇനി വരുന്ന അധ്യയന ദിനം ചെന്നെത്തുന്നത്. വിവിധ മത്സര പരീക്ഷകൾ കൂടി നടക്കേണ്ടുന്ന സമയത്ത് കൂടുതൽ അധ്യയന ദിനം നഷ്ടപ്പെടാതെ പാഠഭാഗങ്ങൾ തീർക്കാനും ശ്രമമുണ്ടാകും. മാനിപുരത്ത് ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. മാനിപുരം ചെറുപുഴയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം ഒഴുക്കിൽപ്പെട്ട് കാണാതായ 10 വയസ്സുകാരി തൻഹാഷിറിൻ്റെ മൃതദേഹമാണ് 3-ാം നാളിലെ തിരച്ചിലിൽ കണ്ടെത്തിയത്. കുട്ടി പുഴയിൽ പതിച്ച സ്ഥലത്ത് നിന്നും 1.5 കിലോമീറ്റർ അകലെ വെള്ളത്തിൽ പൊങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. അഗ്നിരക്ഷാസേന, വിവിധ സന്നദ്ധ സേനകളായ എൻ്റെ മുഖം, കർമ്മ ഓമശ്ശേരി, വൈറ്റ് ഗാർഡ് കൂടാതെ നാട്ടുകാർ എന്നിവർ ചേർന്ന് കഴിഞ്ഞ 3 ദിവസമായി രാപ്പകൽ ഊർജിത തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിതാവ് മുർഷിദ്, മാതാവ് റാസിദ, സഹോദരങ്ങൾ മുഹമ്മദ് സിനാൻ, നൈഹ. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കത്തിന് സമീപം വലിയ പറമ്പിൽ ഓടിക്കൊണ്ടിരുന്ന കാറിൻ്റെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് സ്കൂട്ടറിലിടിച്ചു. സ്കൂട്ടർ ഓടിച്ചിരുന്ന യുവാവിൻ്റെ വിരലിന് സാരമായി പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികനായ പന്നിക്കോട് പരപ്പിൽ സ്വദേശി റിസ്വാൻ്റെ കാൽവിരലിനാണ് സാരമായ പരിക്ക് പറ്റിയത്. കൂടെയുണ്ടായിരുന്ന സഹോദരിക്ക് കാര്യമായ പരിക്ക് പറ്റിയില്ലെന്നാണ് വിവരം. പെരിന്തൽമണ്ണ സ്വദേശികളായ യാത്രക്കാർ സഞ്ചരിച്ച കാറാണ് ടയർ പൊട്ടി സ്കൂട്ടറിലിടിച്ചത്. മുക്കം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടറിനെ ഇടിച്ച് തെറിപ്പിച്ചാണ് കാർ നിന്നത്. റോഡിലേക്ക് തെറിച്ചു വീണ സ്കൂട്ടർ യാത്രികർ ഭാഗ്യം കൊണ്ടാണ് ഗുരുതര അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത്. ഇവരെ ഉടൻ മണാശ്ശേരി സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി പിന്നോട്ട് നീങ്ങി 3 കാറുകളിൽ ഇടിച്ചു. ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി കയറ്റത്തിൽ നിന്നും പിന്നോട്ട് നീങ്ങി 3 വാഹനങ്ങൾ ഇടിച്ചാണ് അപകടമുണ്ടായത്. താമരശ്ശേരി മാനിപുരം റോഡിൽ പോർങ്ങോട്ടൂരിലാണ് സംഭവം. അപകടത്തിൽ ആളപായമില്ല. കൊടുവള്ളിക്ക് സമീപം കാലികൾ ഇറക്കി വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു കാർ ലോറിക്കും പിന്നിലെ ഇലക്ട്രിക് പോസ്റ്റിലും ഇടയിൽ കുടുങ്ങി ചതഞ്ഞ നിലയിലാണ്. കാറിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങളിൽ ചിലർക്ക് ഗ്ലാസ് ചില്ല് തെറിച്ച് നിസാര പരിക്കേറ്റു. മറ്റ് 2 കാറുകളും മാനിപുരം ഭാഗത്തു നിന്നും താമരശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്നു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വൈകിട്ട് 4:30 സംഭവം. കൊടുവള്ളി പോലീസ് സ്ഥലത്തെത്തി ഗതാഗത കുരുക്ക് ഒഴിവാക്കി. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.